ഫൈനലി നമ്മളുടെ ഗിവ് അവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോകാൻ കേട്ടോ. 3 മണിക്ക് തുടങ്ങിയത് 5:30 മണിക്കാണ് ഞാൻ ഇത്രത്തോളം എഴുതി കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കമൻറ്റിന് നല്ലൊരു കമൻറ്റ് കണ്ടെത്തിയിട്ടല്ലേ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതെന്ന്. ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഭയങ്കര ഈസി ആവുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ല ഗൈസ്, ഭയങ്കര പാടായിരുന്നു. കമൻസ് ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര വിചിത്രമായിട്ടുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റഡ് കമൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലിയിൽ നിന്നും കുറേ ആൾക്കാർ അറിയുന്ന ഒരുപാട് പേര് കമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണിത്. ഞാൻ അവർക്കറിയാം എല്ലാവരുടെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഏകദേശം 287ഓളം കമൻസ് എനിക്ക് വന്നതിൽ എല്ലാവരുടെ പേര് ഞാൻ എഴുതാൻ ഇങ്ങനെ ഒരു ഷീറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിന് വീണ്ടും മടക്കിയൊക്കെ എടുക്കാൻ കുറേ ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷെഫിൾ ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടില്ല ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ഇളയമ കൂടെ ഉണ്ടായിരുന്നു. ഇളയമനെ കൊണ്ട് ഞാനിത് പരീക്ഷിച്ചത്. കാരണം എനിക്ക് എന്താ വെച്ചാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ എടുക്കുമ്പോൾ എനിക്ക് പരിചയം ആരുടെയെങ്കിലും പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാൻ മനഃപൂർവ്വം എടുത്താണേന്ന്. അങ്ങനെ എനിക്ക് ഇളയമാനെ കൊണ്ട് എടുപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിന്നറിൻ്റെ പേര് ഇതാണ് കേട്ടോ, ഐഷ സമരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഐഷയുടെ കമൻറ്റ്സ് നമുക്ക് കാണാം. ഇതേ വീഡിയോയിൽ ഐഷയുടെ കമൻറ്റ്സിന് താഴെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഐഷയുടെ ഇൻസ്റ്റഗ്രാം ആയിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് അവിടെ സംസാരിക്കാം.